അങ്ങനെ മൈഗ്രെയിൻ സ്റ്റാർട്ട് ആയിരിക്കുന്ന നേരത്താണ് കേട്ടോ ഒരു സുന്ദരി പെണ്ണ് നമ്മുടെ കടയിലേക്ക് മുടി മുറിക്കാൻ വേണ്ടി വന്നത്. കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ആ നഗ്ന സത്യം ഞാൻ മനസ്സിലാക്കുന്നത്. സുന്ദരി പെണ്ണല്ല, മുടി നീട്ടി വളർത്തിയ ഒരു സുന്ദരി കുട്ടപ്പനാണെന്ന്. ഒരു ഉപ്പയും ഉമ്മയും ആഗ്രഹിച്ച് താലോലിച്ച് ആശിച്ച് വളർത്തിക്കൊണ്ടുവന്ന മുടിയാണ് കേട്ടോ. സംഭവം ഓർക്ക് ഭയങ്കര ഇഷ്ടമാണെങ്കിലും നാട്ടുകാർക്ക് അത്ര പിടിച്ചിട്ടില്ലെന്നേ. സംഭവം കേട്ടപ്പോൾ തന്നെ ഇപ്പാ ശരിയാക്കി തരാന്ന് പറഞ്ഞിട്ട് നമ്മളെ പണി തുടങ്ങിയിട്ടാ. നമ്മളെ പണി തുടങ്ങിയെങ്കിലും ഓന്റെ ഉപ്പാക്കും ഉമ്മാക്ക് നല്ല ബേജാറുണ്ടായിരുന്നു. പിന്നെ ബേജാർ ഇല്ലാണ്ടിരിക്കേണ്ട ചെങ്ങായി. ഓരാണെങ്കിൽ ആശിച്ച് താലോലിച്ച് വളർത്തിയ മുടിയല്ലേ. അതും മാത്രമല്ല ഓന്റെ മുടി മുറിച്ചു കഴിഞ്ഞാൽ ഓന് ചേരുവാ ഇല്ല എന്നുള്ള ബേജാർ വേറെയും. അങ്ങനെ രണ്ടാൾ ടെൻഷൻ അടിച്ചിട്ട് ചേർന്റെ ബാക്കി തന്നെ നിപ്പുണ്ടായിരുന്നു കേട്ടോ. ഓൻ എന്താണെന്ന് അറിയത്തില്ലപ്പാ, എന്നെ ഇടയ്ക്കിടയ്ക്ക് നോക്കി ചിരിക്കുന്നുണ്ടായിരുന്നു. അത് എന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ലെങ്കിലും ഓന്റെ ക്യൂട്ട്നെസ് നിറഞ്ഞ ചിരി എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ. അത്രയും നേരം ചിരിച്ച് കളിച്ചിരുന്ന ഓനെ ട്രെയർ എടുക്കുന്ന കണ്ടപ്പോഴേക്കും ചെറുതായിട്ടൊന്ന് പേടിച്ചേട്ടാ. ഓന്റെ ക്യൂട്ട്നെസ് നിറഞ്ഞ പേടി കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ തന്നെ എനിക്ക് ഓനെ പിടിച്ച് കടിച്ച് പറിച്ച് തിന്നാനാണ് തോന്നിയത്. ഇജെന്ന് നോക്കുന്ന അനക്കും ഈ ഫീലിംഗ്സ് തന്നെ ഉണ്ടായെന്ന് അറിയാം. അതേ കാര്യം നിങ്ങൾക്ക് തോന്നിയ അതേ ഫീലിംഗ്സ് തന്നെയാണ് ഓനെ നോക്കി അപ്പുറത്തെ കസേരയിലിരിക്കുന്ന എനിക്കും ഉണ്ടായത്. നോക്കുമ്പോൾ ഓന്റെ തലേന്ന് മുറിച്ച മുടിയാണ് കേട്ടോ. ഓനെ അത് നമ്മളെ കയ്യിൽ തന്നിട്ട് ഓന്റെ ചിരിയും കളിയൊക്കെ കാണാമായിരുന്നു. എന്റെ റബ്ബെ, എന്റെ മൈഗ്രെയിൻ ഏത് വഴിക്കാണ് പോയെന്ന് ഞമ്മക്ക് അറിഞ്ഞു.